ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 4 ട്രിക്സുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഒരാളുടെ പോസ്റ്റുകൾ, റീൽസ് എന്നിവ കാണുന്നത് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിൽ ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുത്തത് കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 2 എണ്ണം വരും. അതിൽ ഫേവറേറ്റേഴ്സ് എന്നുള്ളത് എടുക്കുക, എന്നിട്ട് ആഡ് ഫേവറേറ്റേഴ്സ് എന്നുള്ളത് കൊടുക്കുക. അതിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള ആ വ്യക്തിയെ ആഡ് ചെയ്യുക. ആരും ഇല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ ആഡ് ചെയ്തോളൂ. എന്നിട്ട് താഴത്ത് കൺഫേം ഫേവറേറ്റീസ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അയാൾ ഇടുന്ന പോസ്റ്റുകൾ അപ്പോഴപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും, മിസ്സാകില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇൻസ്റ്റാഗ്രാമിൽ പല വീഡിയോകളും കാണുമ്പോൾ നമ്മൾ സേവ് കൊടുക്കാറുണ്ടല്ലേ. ഈ സേവ് ചെയ്തത് പല പല വിഷയങ്ങളിലായിരിക്കും. ഒന്ന് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പല വിഷയങ്ങളെ പല വിധത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം. നമ്മളൊരു പോസ്റ്റ് എടുത്തു, അതിൽ താഴത്ത് ആ സേവിൻ്റെ ഒരു സിമ്പൽ കണ്ടില്ലേ, അതിൽ അമർത്തി പിടിക്കുക. അപ്പോൾ കണ്ടോ, ഇങ്ങനെ കളക്ഷൻ നെയിം പറഞ്ഞിട്ട് വരും. ഇവിടെ നമ്മൾ അതിനൊരു പേര് കൊടുത്തിട്ട് അതിനെ ആ വിധത്തിലുള്ള കാറ്റഗറി ആക്കാൻ പറ്റും. ഞാനിവിടെ ജസ്റ്റ് മോട്ടിവേഷൻ എന്നാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോസിന് ഇതിൽ ആഡ് ചെയ്യാനും പറ്റും. അതിനുശേഷം സേവ്ഡ് വീഡിയോസിൽ പോയി നോക്കൂ, ഇങ്ങനെ മോട്ടിവേഷൻ പറഞ്ഞിട്ടൊരു ഫോൾഡറായിട്ട് കിടക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ സേവ്ഡ് വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് ഇങ്ങനെ പല വീഡിയോസിനെ ഓരോരോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഞാനിവിടെ ഒരു 3 സെലക്ട് ചെയ്തു. എന്നിട്ട് അതിനെ ഗവൺമെൻറ് എന്ന് കൊടുക്കുകയാണ്, ഗവൺമെൻറ് വിഷയങ്ങളായതുകൊണ്ട്. എന്നിട്ട് സേവ് ചെയ്ത് കൊടുത്ത് നോക്കൂ. അപ്പോൾ കണ്ടോ, 2 ഫോൾഡറോടെ വന്നു, ഗവൺമെൻറ്, മോട്ടിവേഷൻ. ഇങ്ങനെ വീഡിയോകളെ നമുക്ക് ഇങ്ങനെയുള്ള ഫോൾഡറിലേക്ക് ഇട്ടിട്ട് തരംതിരിച്ച് വെക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ റീൽസ് പോസ്റ്റൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ലൈക്സ് ആൾക്കാർ കാണരുത് എന്നുണ്ടെങ്കിൽ മുകളിലുള്ള 3 കുത്തിൽ പോയിട്ട് ഹൈഡ് ലൈക്ക് കൗണ്ട് ടു അതേഴ്സ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ലൈക്ക് കിട്ടിയെന്നുള്ളത് വേറെ ആർക്കും കാണാൻ പറ്റില്ല. നാലാമത്തെ കാര്യം, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണുകയാണ്, അവർ പറയുന്നത് കുറച്ച് ബോറടിക്കുന്നുണ്ട്, കുറച്ച് ഫാസ്റ്റായി കാണണമെങ്കിലോ ആ വീഡിയോൻ്റെ റൈറ്റ് സൈഡിലെ ലൈക്ക് ബട്ടണില്ലേ, അതിൻ്റെ മുകളിൽ ഒന്ന് അമർത്തി പിടിച്ചാൽ മതി. കാണിച്ചു തരാം. എൻ്റെ ഒരു പോസ്റ്റാണ്. നീ കഴിച്ചോ എന്ന് ചോദിക്കുന്നവരുണ്ടോ നിങ്ങളുടെ സൗഹൃദ ലിസ്റ്റിൽ? അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ് അല്ലാതെ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് വിളിച്ചോളൂ. കാരണം ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, അത് അവർക്ക് റൈറ്റ് സൈഡിലെ ലൈക്ക് ബട്ടൻ്റെ മുകളിൽ ഒന്ന് അമർത്തി പിടിച്ചാൽ മതി, ഫാസ്റ്റ് ഫോർവേഡിങ് നടക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ ട്രിക്സുകൾ. ഇത് ആദ്യമായിട്ടാണ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുമോ? എത്ര പേർക്കാണ് ആദ്യമായിട്ട് അറിയണമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണേ. ഓക്കെ.